all എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠം ഏതായിരുന്നു? അത് ഹൗ ഫാർ ഇസ് ദ റിവർ അല്ലേ? അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി അതിൽ ബാക്കിയുള്ളത് എന്താണ്? നമ്മുടെ ആക്ടിവിറ്റീസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അതും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠഭാഗത്തിൻ്റെയും പ്ലേലിസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. You have read the story How Far is the River, haven't you? Now try to remember the story and complete the following suitably. എന്താ പറയുന്നത്? നിങ്ങൾ ഈ ഒരു കഥ നന്നായിട്ട് അല്ലേ, അതായത് ഹൗ ഫാർ ഇസ് ദ റിവർ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ ഓർമ്മകളുള്ളത് അല്ലേ, അതായത് ആ ഒരു കഥയിൽ എന്തൊക്കെയാണ് ഓർമ്മയുള്ളത്, അത് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിന് സ്യൂട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കിയാലോ. എന്താ ഫസ്റ്റത്തത്? ദ സെൻറ്റൻസസ് ദാറ്റ് ഇംപ്രസ്ഡ് യു ദ മോസ്റ്റ്. എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഈ ഒരു കഥയിൽ ഏറ്റവും ഇംപ്രസ് ആയിട്ടുള്ള സെൻറ്റൻസ് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രസ് ആയിട്ടുള്ളത് എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ഹിൽ സൈഡ്, ദ ബാംഗിൾസ് ഷി വോർ മെയ്ഡ് മ്യൂസിക്. ഈ രണ്ട് സെൻറ്റൻസുകളാണ് എനിക്ക് ഇംപ്രസ് ആയിട്ട് തോന്നിയത്. ദ മൊമെൻറ്റ് യു എൻജോയ് ദ മോസ്റ്റ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻറ്റ് ഏതാണ് ഈ ഒരു സ്റ്റോറിയിൽ? ഏതാണ്? ദ ബോയ് വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്റ്റോറിയിൽ എൻജോയ് ചെയ്ത മൊമെൻറ്റ്. അടുത്തത് ദ ക്യാരക്ടേഴ്സ് ഹൂ ടച്ച്ഡ് യുവർ ഹാർട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏതാ തോന്നിയിട്ടുള്ളത്? എനിക്കിതിലെ എല്ലാ ക്യാരക്ടേഴ്സും എന്താണ് ബെസ്റ്റ് ക്യാരക്ടേഴ്സായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ദ ബോയ്, ദ വില്ലേജ് ബോയ് ആൻഡ് ദ ഗേൾ ആർ ദ ക്യാരക്ടേഴ്സ് ഹൂ ടച്ച്ഡ് മൈ ഹാർട്ട്. അടുത്തത് എന്താ? ദ പിക്ചേഴ്സ് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ യുവർ മൈൻഡ്. ഈ ഒരു സ്റ്റോറി നമ്മളിങ്ങനെ വായിച്ചപ്പോൾ നമുക്ക് അല്ലേ, ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു മൂവി പോലെ അല്ലേ, അല്ലെങ്കിൽ ഒരു സീന് പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ലേ? അതേപോലെ ഈ ഒരു കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ അതുപോലെ തോന്നിയ ഒരു സംഭവമാണ് ചോദിച്ചിട്ടുള്ളത്. ദ വാട്ടർ ഇൻ ദ റിവർ വാസ് ബ്ലൂ, വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. അതാണ് എനിക്ക് ഒന്ന്. രണ്ടാമത്തേത് ദ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ ദാറ്റ് റിയേർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ്. 2. ഹിയർ ആർ ദ തോട്ട്സ് ഓഫ് എ ബോയ് ആഫ്റ്റർ ഹിസ് നാച്ചർ വാക്ക്, റീഡ് ഇറ്റ്. അതായത് ഇവിടെ പ്രകൃതിയിലൂടെ ഒരു കുട്ടി നടന്നതിന് ശേഷം അവൻ്റെ മനസ്സിലുള്ള ചിന്തകൾ അവനിവിടെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റീസെൻ്റ്ലി ഐ വിസിറ്റഡ് എ മൗണ്ടെയിൻ വാലി. എന്താ പറയുന്നത്? റീസെൻ്റായിട്ട് ഞാനൊരു മൗണ്ടെയിൻ വാലി സന്ദർശിച്ചു. ദ മാഗ്നിഫിസൻറ്റ് വാലി ഓഫ് കാശ്മീർ. അതെവിടെയാണ്? കാശ്മീരിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാലിയാണ്. ഇറ്റ് വാസ് സറൗണ്ടഡ് ബൈ സ്നോ ക്യാപ്ഡ് ലോഫ്റ്റി മൗണ്ടെയിൻസ്. എന്താ പറയുന്നത്? അത് ഫുള്ളായിട്ട് എന്താണ്, ആ ഒരു മൗണ്ടെയിൻ ചുറ്റപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്നോ ക്യാപ്ഡ് അല്ലേ, അതായത് മഞ്ഞ് കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുണ്ട് അല്ലേ. വിച്ച് മെയ്ഡ് ഇറ്റ് എ ലാൻഡ് ഓഫ് സ്പ്രിങ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേക്സ്. എന്താ അവിടെ അത്രയും മനോഹരമായിട്ടുള്ള തടാകങ്ങളൊക്കെ എന്തുണ്ട് അവിടെ ഉണ്ട്. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക്, ഐ വണ്ടേർഡ് വെദർ ഐ വാസ് ഇൻ ഹെവൻ. എനിക്ക് എന്തു തോന്നി? ഞാനൊരു സ്വർഗത്തിലാണെന്ന് എനിക്ക് തോന്നി. റിയലി കാശ്മീർ ഈസ് എ ലാൻഡ് ഓഫ് പാരഡൈസ്. എന്താ പറയുന്നത്? ശരിക്കും കാശ്മീർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരഡൈസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ? ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ഓഫ് ഫ്രേസസ് ഹി യൂസ്ഡ് ടു എക്സ്പ്രസ് ഹിസ് തോട്ട്സ്, റൈറ്റ് ദം ബിലോ. അതായത് ഇവിടെ ആ കുട്ടി അവൻ്റെ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേർഡ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അതിവിടെ താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വേർഡ്സാണ് അവനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? അതായത് ദ മാഗ്നിഫിസൻറ്റ് വാലി അല്ലേ, അതായത് ആ ഒരു കാശ്മീരിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാലി എങ്ങനെയുള്ളതെന്നാണ് പറയുന്നത്? ദ മാഗ്നിഫിസൻറ്റ് വാലി. അടുത്തത് എന്താ? ലാൻഡ് ഓഫ് സ്പ്രിങ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻസ്. അടുത്തത് സ്നോ ക്യാപ്ഡ് ലോഫ്റ്റി മൗണ്ടെയിൻസ്. വെദർ ഐ വാസ് ഇൻ ഹെവൻ, എ ലാൻഡ് ഓഫ് പാരഡൈസ്.
ഈ ഈ ഒരു വേർഡ്സൊക്കെയാണ് ആ കുട്ടി എന്താ പറയുക അവൻ്റെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. The boy who goes in search of the river feels discouraged when he misses the village boy. എന്താണ് ആ കുട്ടി ആ ഒരു പുഴ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ അത് തിരഞ്ഞു പോകുന്ന സമയത്ത് അവന് പെട്ടെന്ന് അവന് എന്ത് തോന്നി, അവന് ഒറ്റയ്ക്കായ പോലെ തോന്നി. എപ്പോഴാണ് തോന്നിയത്? ആ വില്ലേജ് ബോയ് അല്ലേ, ആ ഒരു വില്ലേജ് ബോയ് അവനെ വിട്ടേച്ച് പോയപ്പോൾ. ഹി ലുക്സ് അപ്പ് ആൻഡ് ഡൗൺ ദ മൗണ്ടെയിൻ പാത്ത് ബട്ട് സീസ് നോ വൺ. എന്താ അവന് ആ ഒരു മൗണ്ടെയിൻ പാത്തിൻ്റെ അല്ലെ ആ ഒരു മലയുടെ വഴി താഴോട്ടും മേലോട്ടൊക്കെ അവൻ നോക്കി, പക്ഷെ ആരെയും അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടി പറ്റിയില്ല. ഹിസ് ഓൺ ഹോം ഈസ് ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. എന്താ അവൻ്റെ വീടും അവൻ എന്ത് ചെയ്തു, അവൻ്റെ എന്താ പറയുക കാഴ്ചയുടെ മറവിൽ പോയി അല്ലേ. അതായത് ആ ഒരു മൗണ്ടെയിൻ സൈഡ് എത്തിയപ്പോഴത്തേക്കും അവൻ്റെ വീടും അവനിൽ നിന്നും കാണാതായി. ആൻഡ് ദ റിവർ ഈസ് നോട്ട് ഇൻ സൈറ്റ് എയ്തർ. പക്ഷെ എന്നിട്ടും ആ ഒരു പുഴ അവൻ്റെ കണ്ണുകളിൽ എത്തിയിട്ടില്ല. ഹി വിഷസ് സംവൺ വേർ വിത്ത് ഹിം. അവൻ ആഗ്രഹിച്ചു അവൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ് അറ്റ് ദ ടൈം? റൈറ്റ് ദം ബിലോ. ആ ഒരു സമയത്ത് അവൻ്റെ മനസ്സിലുണ്ടായ ചിന്തകൾ എന്തായിരിക്കും? അത് നമ്മളെടുത്തിവിടെ താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും അവൻ്റെ അടുത്തുള്ള ചിന്തകൾ? പിന്നെ അവിടെ എഴുതിയിട്ടുള്ളത് ഞാൻ വായിക്കാം. ഓക്കെ. ഓ ഗോഡ്, ഐ ആം അലോൺ. ദ വില്ലേജ് ബോയ് വാസ് എ ഗുഡ് ഫ്രണ്ട്. ഐ ലോസ്റ്റ് ഹിം. മൈ ഹൗസ് ഈസ് നോട്ട് സീൻ ഫ്രം ഹിയർ ബിക്കോസ് ഓഫ് ദ മൗണ്ടെയിൻ. അല്ലേ, എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ ഒറ്റയ്ക്കായല്ലോ. ആ ആൺകുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അല്ലേ, ആ കുട്ടി എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു, എനിക്ക് അവനെ നഷ്ടപ്പെട്ടു. എൻ്റെ വീടും എനിക്ക് ഈ ഒരു മല കാരണം കാണാൻ വേണ്ടി പറ്റുന്നില്ല. ദർ ഈസ് നോ സൈൻ ഓഫ് ദ റിവർ. ഇവിടെ ആ ഒരു പുഴയുടെ ഒരു അംശം പോലും അല്ലേ, ഒരു സൂചനയും ഇവിടെ കാണാൻ പറ്റുന്നില്ല. നോ വൺ ഈസ് ഹിയർ, ഓൺലി ഫോറസ്റ്റ്. ആരെയും കാണാൻ പറ്റുന്നില്ല, ആകെയുള്ളത് എന്താണ്? കാടാണ്. ഐ വാണ്ട് സംബഡി ആസ് മൈ കമ്പാനിയൻ. എനിക്ക് ആരെങ്കിലും ഒരാളെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലെന്ന് അല്ലേ വേണം. ആരെങ്കിലും ഒരാൾ കമ്പനിക്ക് വേണം എന്നാണ് എന്ത് ചെയ്തത് ആ കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവുക അല്ലേ. അങ്ങനെയല്ല ആഗ്രഹിക്കുക. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് റിലീഫ് ഫോർ മീ ഫ്രം ദിസ് ലോൺലിനെസ്. ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്നും എനിക്കത് ഭയങ്കര ആശ്വാസമായേനെ. എനിവേ ഐ ഹോപ്പ് ഐ വിൽ റീച്ച് ദ റിവർ സൂൺ. എന്നാലും എനിക്ക് എന്താ പറയുക, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആ ഒരു പുഴയുടെ അടുത്ത് ഇപ്പം എത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? ദ ഫോളോവിങ് ആർ ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് എ പാത്ത് ടു ദ ഹിൽ. റീഡ് ദം. എന്താ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു ഹില്ലിലോട്ടുള്ള ഒരു പാത്താണ്, ഒരു വഴിയാണ്. ഓക്കെ, അത് നമ്മളെടുത്ത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പാത്ത് വാസ് സ്റ്റീപ്പ്. ഇറ്റ് വാസ് എ ഡിസി വിൻഡിങ് വൺ. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. The trees were wound with creepers, and a great wild dahlia would suddenly rear its golden head from the leaves and ferns. A trickle of water came from the hillside. The water was cold and sharp but very refreshing. Okay, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇത് നമ്മുടെ സ്റ്റോറിയിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഓക്കെ, രണ്ടാമത്തേത് എന്താ? The path was steep, the hill was covered with ferns, trees and dahlias. Water came from the hillside. The water was refreshing. Okay, which description is more interesting? ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഏതാണ്? ഏതാ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഏതാണ്? ഫസ്റ്റ് വൺ അല്ലേ? ഡിസ്ക്രിപ്ഷൻ എ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്. രണ്ടാമത്തേത് എന്താ? ലിസ്റ്റ് ദ വേർഡ്സ് വിച്ച് ആഡ് ഗ്രേറ്റർ എഫക്റ്റ് ടു ദി ഡിസ്ക്രിപ്ഷൻ. ഈ ഡിസ്ക്രിപ്ഷന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് കൊടുക്കുന്ന വേർഡ്സ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഡിസി, വിൻഡിങ്, അതേപോലെ തന്നെ ലഷ് ഗ്രീൻ ഫോൺസ്, ഗോൾഡൻ ഹെഡ്. ഇതൊക്കെ എന്താണ്? ഈ ഒരു ഡിസ്ക്രിപ്ഷനെ മനോഹരമാക്കുന്ന വേർഡ്സ് ആണ് അല്ലേ. മൂന്നാമത്തേതോ? ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്. ആ ഒരു പ്ലേസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഇതിൽ പറയുന്നുണ്ട് ലഷ് ഗ്രീൻ ഫോൺസ്, ദ ട്രീസ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ്? ആ ഒരു പ്ലേസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ്. എന്താ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ?
ഇമാജിൻ ദാറ്റ് ആഫ്റ്റർ സെവറൽ ഇയേഴ്സ് ദ ബോയ് വിസിറ്റ്സ് ദ പ്ലേസ് എഗെയിൻ. അല്ലേ, നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി ആ ഒരു എന്താ പറയുക സ്ഥലം വീണ്ടും ആ ഒരു കുട്ടി വീണ്ടും ആ ഒരു സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയി. അല്ലേ, ഹി നോട്ടീസസ് ദാറ്റ് ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. അവൻ ശ്രദ്ധിച്ചു ഒരുപാട് മാറ്റങ്ങൾ ആ സ്ഥലത്തിനുണ്ടെന്ന്. ഇറ്റ് ഹാസ് ബിക്കം എ ടൂറിസ്റ്റ് സ്പോട്ട് നൗ. അതൊരു ടൂറിസ്റ്റ് സ്ഥലമായിട്ട് ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഒരു മാറിയിട്ടുണ്ട്. വാട്ട് കുഡ് ബി ദ ചേഞ്ചസ്? എന്തൊക്കെയായിരിക്കും അവിടെയുള്ള ചേഞ്ചസ്? ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നമ്മളെ വേർഡ്സിൽ അതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ? ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആവുമ്പം അവിടെ ഒരുപാട് കാര്യങ്ങൾ എന്തായിട്ടുണ്ടാവും, ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും അല്ലേ? അല്ലാതെ കാട് മാത്രമാണോ ഉണ്ടാവുക? അല്ല അല്ലേ, ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. എന്തൊക്കെയായിരിക്കും? അപ്പോൾ അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക? വൺസ് അഗെയിൻ ഐ റീച്ച്ഡ് ഹിയർ ഈസ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് നൗ. അല്ലേ, അതായത് ഒരു സമയത്ത് ഞാനിവിടെ സന്ദർശിച്ചിട്ടുണ്ട്, ആ സമയത്ത് ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ദ പ്ലേസ് ഹാസ് ബിക്കം എ ടൂറിസ്റ്റ് സ്പോട്ട്. ദ സൈലൻസ് ആൻഡ് ദ ഫീൽ ഓഫ് ലോൺലിനെസ് ഹാവ് ഗോൺ. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ ആ ഒരു നിശബ്ദതയും ആ ഒരു ഒറ്റപ്പെടലും ഒക്കെ എന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഫ്ലാറ്റ്സ് ആൻഡ് അതർ ബിൽഡിങ്സ് ആർ ഹിയർ. ഇവിടെ ഫ്ലാറ്റ്സും ബിൽഡിങ്സും ഒക്കെ വന്നു. മെനി ഷോപ്സ് ഹാവ് ബീൻ ഓപ്പൺഡ്. പുതിയ ഒരുപാട് എന്താ പറയുക കടകൾ തുറന്നു. ദ ക്ലീൻ ആൻഡ് ബ്രൈറ്റ് കളർ ഓഫ് ദ റിവർ ഹാസ് നോട്ട് സീൻ. ആ ഒരു ക്ലിയർ ആയിട്ടുള്ള എന്താ പറയുക കളറൊക്കെ അല്ലേ, ബ്രൈറ്റ് കളറായിട്ടുള്ള ആ ഒരു പുഴേനെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ദ റിവർ ലോസ്റ്റ് ഇറ്റ്സ് ബ്യൂട്ടി. ആ ഒരു പുഴയുടെ ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സം ട്രീസ് ആർ വാനിഷ്ഡ്. കുറേ മരങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക കാണാതായിട്ടുണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് ഹൗസ് ബോട്ട്സ് ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ഫോർ ടൂറിസ്റ്റേഴ്സ്. വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലേ, അതായത് തോണിയും അതേപോലെ തന്നെ ഹൗസ് ബോട്ടുകളൊക്കെ എന്തായിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നൗ ദ പ്ലേസ് ഈസ് നോയ്സി ആൻഡ് ഡസ്റ്റി. ഇപ്പോൾ അത് ഭയങ്കര പൊടിയും അതേപോലെ തന്നെ ഭയങ്കര ശബ്ദമൊക്കെ ഉള്ളൊരു സ്ഥലമായി മാറി. വെൻ മാൻ എൻറ്റേർഡ് ഇൻ ടു ദിസ് ഹെവൻ ഇറ്റ്സ് നാച്ചുറൽ ബ്യൂട്ടി ഹാഡ് ഗോൺ. മനുഷ്യന്മാർ എന്നാണോ ഈ ഒരു സ്വർഗത്തിലോട്ട് കാലുകുത്തിയത്, അന്ന് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എന്തായി, നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ആ കുട്ടി എഴുതിയിട്ടുണ്ടാവുക അല്ലേ. അതായത് അത്രയും നമുക്ക് തന്നെ ആലോചിച്ചറിയാം, ടൂറിസ്റ്റ് സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്തായാലും ആ സ്ഥലത്തെ എന്താക്കും, കുറച്ചും കൂടെ മോഡിഫൈ ആക്കും അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The boy notices a few placards and posters with slogans written by lovers of nature. Read the slogans. എന്താണ് കുട്ടി എന്താ പറയുക അവിടെ പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലേ. ആരെഴുതിയതായിരിക്കും? പ്രകൃതി സ്നേഹികൾ എഴുതിയതാണ്. അപ്പോൾ ഇവിടെയുള്ള സ്ലോഗൻസ് വായിക്കാനാണ് പറഞ്ഞത്. സേവ് ട്രീസ്, സേവ് വാട്ടർ. എന്താണ്? മരങ്ങളെ സംരക്ഷിക്കൂ, അതേപോലെ തന്നെ വെള്ളം എന്താ പറയുക സംരക്ഷിക്കൂ. സേവ് ട്രീസ്, ഹെൽപ്പ് us ബ്രീത്ത്. എന്താ പറയുന്നത്? മരങ്ങൾ സംരക്ഷിക്കൂ, നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും, സഹായിക്കും. വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേർഡ് ഇൻ ദ അബവ് സ്ലോഗൻസ്? എന്ത് മെസ്സേജസ് ആണ് ഇതിൽ നമുക്ക് പറഞ്ഞു തരുന്നത്? എന്ത് മെസ്സേജസാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അതായത് നമ്മുടെ മരത്തെ നമ്മൾ സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് അല്ലേ പറയുന്നത്. നൗ റൈറ്റ് 2 other slogans on the need to conserve nature. എന്താ പറയുന്നത്? ഫസ്റ്റത്തെ എന്താണ്? ഇവിടെ സ്ലോഗൻസ് നമ്മളെടുത്ത് നാച്ചുറിനെ കുറിച്ചിട്ടുള്ള 2 സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? സേവ് ദ ലാൻഡ്, സെർവ് ദ എർത്ത് അല്ലേ. അതായത് നമ്മളെ ഭൂമിയെ രക്ഷിക്കൂ, നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കൂ. പിന്നെ എന്ത് എഴുതാം? പ്രൊട്ടക്റ്റ് ട്രീസ്, പ്രൊട്ടക്റ്റ് നാച്ചർ അല്ലേ. അതായത് മരത്തെ സംരക്ഷിക്കൂ, അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കൂ. ഓക്കെ, ലുക്ക് അറ്റ് ദ പോസ്റ്റർ അഗെയിൻസ്റ്റ് ഡിഫോറസ്റ്റേഷൻ. ഇവിടെ നമുക്കൊരു പോസ്റ്റർ തന്നിട്ടുണ്ട്. ഇത് എന്തിനെ കുറിച്ചാണ്? മരം വെട്ടുന്നതിനെ അല്ലേ എതിർത്തിട്ടുള്ള പോസ്റ്ററാണ് കേട്ടോ. ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്, സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, സേവ് നാച്ചർ, ഡു നോട്ട് കട്ട് ട്രീസ് അല്ലേ. അതായത് മരം എന്താ പറയുക വെട്ടുന്നത് തടയൂ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കൂ. അതേപോലെ തന്നെ ഇവിടെയുള്ള എന്താ? ഡു നോട്ട് കട്ട് ട്രീസ് അല്ലേ, അതായത് മരത്തെ വെട്ടരുത്, മരങ്ങളെ വെട്ടരുത്. നോ ട്രീസ് നോ മാൻ, മരങ്ങളില്ലെങ്കിൽ മനുഷ്യരില്ല അല്ലേ.
വാട്ട് ഡു യു സീ ഇൻ ദ പോസ്റ്റർ റൈറ്റ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. അതായത് ഇവിടെ എന്താണ് നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്നത്, അതിവിടെ താഴെയുള്ള എന്താ പറയുക ബോക്സുകളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടൈറ്റിൽ ഉണ്ട്, അതേപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻ ഉണ്ട്, സ്ലോഗൻ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഉണ്ട്, മെസ്സേജ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ടൈറ്റിൽ ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് അല്ലേ, അതായത് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് ശരിക്കും. ഇല്ലുസ്ട്രേഷൻ എന്താ പറയുന്നത്, എ ബോയ് ഓൺ എ ട്രീ ട്രങ്ക്, എ ഗേൾ ബിനീത്ത് ദ ട്രീ, സം ട്രീസ് ആർ കട്ട് ഡൗൺ ആൻഡ് ആക്സ്. ഓക്കെ, അടുത്തത് എന്താ, സ്ലോഗൻ ആണ്. സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, സേവ് നേച്ചർ. പിന്നെയോ ഇൻസ്ട്രക്ഷൻ എന്താ, ഡു നോട്ട് കട്ട് ട്രീസ്. മെസ്സേജോ അതേപോലെ തന്നെ നോ ട്രീസ് നോ മാൻ. ഓക്കെ, അപ്പോൾ എല്ലാതും ഇതിൽ എന്തുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. In the seventh question, imagine that the Nature Club of your school is going to conduct a poster making competition in connection with the World Environmental Day. Prepare a poster for the competition. എന്താ പറയുന്നത്, നിങ്ങളൊന്ന് ഇമേജിൻ ചെയ്യുക, നിങ്ങളെ സ്കൂളിലുള്ള നാച്ചർ ക്ലബ്ബ്, ഓക്കെ, അത് സ്കൂളിലുള്ള നാച്ചർ ക്ലബ്ബ് ഒരു പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. എന്തിൻ്റെ ബേസിലാണ്, നമ്മളുടെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അവർ നാച്ചർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് മേക്ക് ഇറ്റ് എ ഹെൽ, മേക്ക് ഇറ്റ് എ ഹെവൻ, പ്രിസർവ് ദ ഗിഫ്റ്റ്സ് ഓഫ് നാച്ചർ ഫോർ ദി ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ. എയ്ത്ത് ക്വസ്റ്റ്യൻ എന്താ, റീഡ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ. He was about 12 years old, a sturdy boy with a untidy black hair and shining black eyes. He had fine features and clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. ഇത് നമ്മളുടെ ആ ഒരു ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറഞ്ഞ ആ ഒരു കഥയിൽ ആ കുട്ടീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ബോയ് അല്ലേ, അതായത് എന്തൊക്കെ വേർഡ്സ് ആണ് ആ കുട്ടീനെ കുറിച്ച് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ട് ഫിസിക് അല്ലേ, അതായത് അവൻ്റെ ശരീരത്തെക്കുറിച്ച് എന്താ പറയുന്നത്, സ്റ്റഡി എന്നാണ് പറയുന്നത് അല്ലേ, സ്റ്റഡി ബോയ് എന്നാണ് പറയുന്നത്. അവൻ്റെ മുടീനെ കുറിച്ചിട്ടോ ഹെയർ എന്താ പറയുന്നത്, അൺടൈഡി ബ്ലാക്ക് ഹെയർ. കണ്ണിനെ കുറിച്ച് ഐസ്, ഷൈനിങ് ബ്ലാക്ക് ഐസ്. സ്കിന്നിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്, ക്ലിയർ ബ്രൗൺ സ്കിൻ. ഹാൻഡ്സ് ആൻഡ് ഫീറ്റോ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. ഓക്കെ, അടുത്തത് എന്താ, ദ ബോയ് മീറ്റ്സ് എ ഗേൾ ഓൺ ഹിസ് വേ ടു ദ റിവർ. ഡിസ്ക്രൈബ് ദ ഗേൾ വിത്ത് റെഫറൻസ് ടു ദ ഫോളോവിങ്, റൈറ്റ് ഇറ്റ് ബിലോ. എന്താ, ആ കുട്ടി ഒരു പെൺകുട്ടിയെ അവന് പോകുന്ന വഴിയെ കണ്ടു, ആ പെൺകുട്ടീനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിവിടെ താഴെ എന്താ പറയുക എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഷി വാസ് അബൌട്ട് 14 years old, എ പ്രെറ്റി ഗേൾ വിത്ത് ബ്ലാക്ക് കേളി ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. ഷി വാസ് എനർജറ്റിക് ബട്ട് ആബ്സെൻറ്റ് മൈൻഡഡ് വെൻ സ്പീക്കിംഗ് ടു അതേഴ്സ്. ഓക്കെ, നമുക്കിവിടെ ആ ഒരു കുട്ടീൻ്റെ സംഭവങ്ങളൊക്കെ ഇതിൽ തന്നെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, അതിൽ നോക്കി എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ 9th ക്വസ്റ്റ്യൻ എന്താ, ഹിയർ ഈസ് എ ലെറ്റർ റിട്ടേൺ ബൈ അനുഷ്ക. റീഡ് ആൻഡ് ഫൈൻഡ് ഹൗ അനുഷ്ക ഹാസ് ഓർഗനൈസ്ഡ് ഹെർ ലെറ്റർ. എന്താണ്, ഇവിടെ അനുഷ്ക ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഇങ്ങനെയാണ് അവളൊരു കത്ത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെടുത്ത് വായിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അനുഷ്ക ഇവിടെ എങ്ങനെയാണ് കത്ത് എഴുതിയിട്ടുള്ളത്, അനുഷ്ക, ഗോൾഡൻ ഹിൽസ് പ്രസ് റോഡ്, ഗോവ, June 16, 2014. Dear Ammu, hope you are doing well. I reached Goa with my parents. We are staying in a resort. Okay, ഇവിടെ അനുഷ്ക എഴുതിയത് എവിടെ നിന്നാണ്, സെൻറ്റൻസ് അഡ്രസ്സ് എവിടുന്ന, ഗോൾഡൻ ഹിൽസ് പ്രസ് റോഡ്, ഗോവ എന്നാണ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവൾ എന്താണ് എന്താ പറയുക സല്യൂട്ടേഷൻ എന്താ നടത്തിയത്, ഡിയർ അമ്മു അല്ലേ. അപ്പോൾ എന്താ അവൾ പറഞ്ഞത്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, എനിക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഗോവയിൽ എൻ്റെ പാരൻസിൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ദ വെദർ ഹിയർ ഈസ് എ റിയലി ഗുഡ്. വി ആർ പ്ലാനിങ് ടു ഗോ ടു ദ ബീച്ച് ആൻഡ് ദ ചർച്ച് ടുഡേ.
ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ ബീച്ചിലും അതേപോലെ തന്നെ പള്ളിയിലും പോകാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഐ വിൽ സെൻഡ് യു ദ സ്നാപ്സ് ആഫ്റ്റർ വിസിറ്റിംഗ് ഓൾ ദ പ്ലേസസ്. ഐ വിഷ് യു വേർ ഓൾസോ വിത്ത് മീ. ഓക്കെ, എന്താ പറയുന്നത്, നിനക്ക് ഞാൻ സ്നാപ്സ് അയച്ചു തരാം. ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷം സ്നാപ്സ് അയച്ചു തരാം. ഞാൻ ആഗ്രഹിക്കുന്നു നീയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. റിഗാർഡ്സ് ടു ഓൾ അവർ ഫ്രണ്ട്സ് ദോ. സി യു സൂൺ. ടേക്ക് കെയർ. എല്ലാ ഫ്രണ്ട്സും അവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സി യു സൂൺ. പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. ഓക്കെ, വിത്ത് റിഗാർഡ്സ് എന്താ പറയുക, അനുഷ്ക. ഓക്കെ, അപ്പോൾ അതെന്താണ്, ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ ഒരു സിഗ്നേറ്ററി അല്ലേ, അതും കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടുത്തെ ക്വസ്റ്റ്യൻ? ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ ഈസ് ത്രിൽഡ് ആഫ്റ്റർ വിസിറ്റിംഗ് ദ റിവർ. ഓക്കെ, നമ്മുടെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറഞ്ഞ കഥയിലുള്ള ആ കുട്ടി ഈ ഒരു സ്ഥലം, ഈ പുഴയെ സന്ദർശിച്ചതിന് ശേഷം ഭയങ്കര ത്രില്ലായി. ഓക്കെ, ഭയങ്കര എന്താ പറയുക, ആകാംക്ഷ അല്ലേ, ആകാംക്ഷ എന്നാണ് പറയുക, എന്താ അതിന് പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഹി ഡിസൈഡ്സ് to write a letter to his friend to share his experience. അവൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ടിന് അവൻ എന്ത് ചെയ്തു, ഒരു കത്തെഴുതി. വാട്ട് വുഡ് ബി ദ ലെറ്റർ ലൈക്ക്? റൈറ്റ് ഇറ്റ് ബിലോ. ഇയാൻ, കുട്ടീൻ്റെ പേര് ഇയാൻ എന്നാണ്. ആദം ഹൗസ്, മലപ്പുറം, കേരള, August 14, 2022. Dear Ihan, hope you are doing well. I am fine here. This is a special letter for you to express my happiness with you. At last, I reached my goal. I touched the river beyond the mountain. Really, it was an adventurous trip through the forest. I was alone there. It was somewhat a horrible silence, but when the roaring sound of the river broke that silence, I felt happy. I wished your presence there. One day we will go together there. See you soon. Convey my regards to all other at home. With love, Arane Ian. 11th question. Find the words that convey the same idea and write them in the space provided. ഇവിടെ നമുക്ക് കുറച്ച് വേർഡ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ആ വേർഡ്സിൽ സെയിം വേർഡ്സ് ആയിട്ടുള്ള ചില വേർഡ്സ് ഉണ്ടാവും അല്ലേ, ഒരേപോലെ മീനിങ് ഉള്ള വേർഡ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് നമ്മളെടുത്ത് ഇവിടെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ വേർഡ്സിന് എന്തായിരിക്കും പറയുക? സിനോണിം. A word or phrase which has the same or nearly the same meaning as that of another word. അതിനെയാണ് എന്ത് പറയുക? സിനോണിം എന്ന് പറയുക. ഒരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസ്, ഓക്കെ, അത് ഒരേപോലെ മീനിങ് ഉള്ള വേർഡ്സിനെയാണ് സിനോണിം എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് വാക്ക് എന്ന് തന്നിട്ടുണ്ട്. ഈ വാക്ക് എന്നുള്ളതിന് എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? മാർച്ച്, സ്ട്രൈഡ്, പിന്നെ നമുക്ക് എന്താ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ജോഗ് എന്ന് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ, അതായത് അതും ഒരു വേർഡാണ്. പിന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സ്പേസ്. ഓക്കെ, അടുത്തത് എന്താ? ആസ്ക് എന്നുണ്ട്. ആസ്കിലോ എൻക്വയർ, റിക്വസ്റ്റ്, ഇംപ്ലോർ, എൻട്രീറ്റ്, ഇതൊക്കെ പറ്റും. ഓക്കെ, പിന്നെയോ ഡിസൈഡ്. ഡിസൈഡിലോ സെറ്റിൽ, ഡിറ്റർമൈൻ, റിസോൾവ്, കൺക്ലൂഡ്. ഓക്കെ, അടുത്തത് എന്താ? സ്റ്റോപ്പാണ്. സ്റ്റോപ്പ് നമുക്ക് എന്തൊക്കെയായിരിക്കും സ്റ്റോപ്പിൻ്റെ സിനോണിം? എന്തൊക്കെയായിരിക്കും? എൻഡ്, ഫിനിഷ്, പിന്നെയോ ക്ലോസ്, ബ്ലോക്ക്, ഇതൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 12th ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ്. ഇവിടെ നമുക്ക് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് നോക്കാം. ദ ബോയ് വാക്ക്ഡ് അലോങ് ദ പാത്ത്. ഓക്കെ, ആ കുട്ടി ആ ഒരു എന്താ പറയുക, വഴിയിലൂടെ തനിയെ നടക്കുകയാണ്. The sturdy boy walked along the stony path. Words which describe nouns or pronouns are termed as describing words or adjective words. ഒരു വേർഡ് അല്ലേ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലേ, നൗൺസിനെയും പ്രൊനൗൺസിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ എന്താ? വിച്ച് സെൻറ്റൻസ് ടെൽസ് യു മോർ അബൌട്ട് ദ പ്ലേസ് ആൻഡ് ദ ബോയ്. ഇവിടെ നമുക്ക് 3 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ കുട്ടീനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ആ സ്ഥലത്തിനെ കുറിച്ചിട്ടും ഏറ്റവും കൂടുതൽ പറയുന്നത് ഏത് സെൻറ്റൻസ് ആണ്? അതായത് ഇതിൽ ഏത് സെൻറ്റൻസ് അങ്ങനെ പറയുന്നത്? ഏത് സെൻറ്റൻസ് ആണ്? സി അല്ലേ, അതായത് ഏതാ നമ്മുടെ എന്താ പറയുക, സി ആണ് തന്നിട്ടുള്ളത് അല്ലേ, കാരണം കൂടുതലും അതിനെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. സർക്കിൾ ദ വേർഡ്സ് ദാറ്റ് ഗിവൺ മോർ ഇൻഫോർമേഷൻ. നമുക്ക് കൂടുതലായിട്ട് ഇൻഫോർമേഷൻ തരുന്ന വേർഡ്സ് ഏതൊക്കെയാണ്?
ഇതിൽ യങ്, ബെയർഫൂട്ടഡ്, സ്റ്റഡി, സ്റ്റോണി ഇതൊക്കെ എന്താണ് നമുക്ക് കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് തരുന്ന വേർഡ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഹിയർ ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ, റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളടുത്ത് ശ്രദ്ധിച്ച് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. A trickle of water came from the hillside and the boy stopped to drink. The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ആ ഹൗ ഫാർ ഇസ് ദ റിവർ എന്ന് പറഞ്ഞ സ്റ്റോറിയിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ. നൗ പിക്ക് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആൻഡ് നെയിമിംഗ് വേർഡ്സ് ഫ്രം ദ എക്സ്ട്രാക്ട് ആൻഡ് സ്റ്റിക്ക് ദം ഓൺ ദ ബാഗ്സ് ഗിവൺ ബിലോ. വൺ ഈച്ച് ഹാസ് ബീൻ ഡൺ ഫോർ യു. എന്താ പറയുന്നത്? ഡിസ്ക്രൈബിംഗ് വേർഡ്സും നെയിമിംഗ് വേർഡ്സും ഇതിൽ നിന്ന് കണ്ടെത്തി നമ്മളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഓരോന്നും തന്നിട്ടുണ്ട്. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കോൾഡ്, ഓക്കെ, പിന്നെന്താ ഡസ്റ്റി, സ്കോർച്ചിങ്, ഇതെന്താ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. നെയിമിംഗ് വേർഡ്സോ വാട്ടർ, പിന്നെന്താ തന്നിട്ടുള്ള പാത്ത്, ബോയ്സ്, ഫീറ്റ്. 13th ക്വസ്റ്റ്യൻ എന്താ? റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാത്ത് ആൻഡ് ടേക്ക് നോട്ട് ഓഫ് ദ വേർഡ്സ് ഇൻ ബോൾഡ്. ഓക്കെ, the path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen, and mule drivers, but there were no villages beyond the mountain or near the river. Look at the sentence, the path to the river dropped steeply. Which word shows to the relation between the path and the river? അതായത് ഇവിടെ നമുക്ക് ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി എന്നുള്ളത് ആ ഒരു റിവറും പാത്തും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത് ഏത് വേർഡാണ്? ടു ആണ് അല്ലേ. ദ വേർഡ് ടു. വേർഡ്സ് ലൈക്ക് ടു, ഇൻ ടു, ബിയോണ്ട് എക്സെട്ര ആർ പ്രിപ്പോസിഷൻസ്. അപ്പോൾ എന്താ പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ അല്ലേ, ഒരു എന്താ പറയുക, ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരു വഴി അങ്ങനത്തെ സംഭവങ്ങളെ യോജിപ്പിക്കുന്ന അല്ലേ, അതായത് യോജിപ്പിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? സപ്ലൈ ദ മിസ്സിംഗ് പ്രിപ്പോസിഷൻസ് ഓൺ ദി സൈൻ ബോർഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രിപ്പോസിഷൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഏത് വേർഡാണെന്ന് മനസ്സിലായില്ലേ? ഇതിൽ പാത്തിനെയും അതേപോലെ തന്നെ റിവറിനെയും കണക്ട് ചെയ്തിട്ടുള്ള ടു ആണ്. ആ ഒരു ടൈപ്പ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർഡ്സിനെയാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വേർഡ്സ് സൈൻ ബോർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ മിസ്സായിട്ടുള്ള പ്രിപ്പോസിഷൻസ് നമ്മളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് എന്താ? ഡു നോട്ട് പാർക്ക് dash double yellow lines. Okay, do not park on double yellow lines. രണ്ടാമത്തേതോ? don't drive dash the park. Don't drive in the park. Okay, third one, walk dash the right. Drive dash the left. അപ്പോൾ എന്താ? walk along the right, drive along the left. Okay, പിന്നെന്താ? keep away dash wild animals. പിന്നെന്താ? കീപ് അവേ ഫ്രം വൈൽഡ് ആനിമൽസ്. പിന്നെയോ? ഹൈലി ഇൻഫ്ലമബിൾ ഹാൻഡിൽ ഡാഷ് കെയോ. ഹൈലി ഇൻഫ്ലമബിൾ ഹാൻഡിൽ വിത്ത് കെയോ. ബിവെയർ ഡാഷ് ഓഫ്, ബിവെയർ ഡാഷ് ഡോഗ്സ്. അപ്പം എന്താ? ബിവെയർ ഓഫ് ഡോഗ്സ്. ഓക്കെ, ഇതാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനുള്ള പ്രിപ്പോസിഷൻസ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് പ്രിപ്പോസിഷൻസ്. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഗിവൺ ഫോർ യു. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് പ്രിപ്പോസിഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെടുത്ത് ഇവിടെ ഒരു സംഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആൻ ഓൾഡ് മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. ഓക്കെ, ഒരു എന്താ പറയുക, വയോധികന് ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് എങ്ങനെയായിരിക്കും ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. എ ബോയ് ഈസ് ലൈങ് ഓൺ ദി ഗ്രാസ്. ഹീ ഈസ് റൈറ്റിംഗ് ഇൻ എ ബുക്ക്. എ ഗേൾ ഈസ് ഫ്ലൈയിങ് എ കൈറ്റ് ഇൻ ദ പാർക്ക്.
A bird is sitting on a branch of a tree. A tree is protected by a fence. A signboard is on the tree behind the bench. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സെൻറ്റൻസുകൾ എഴുതാൻ വേണ്ടി പറ്റുന്നത്.